അടിപൊളി. എന്താണ് മക്കളെ റോഡിലിരിക്കുന്നത്? വീട്ടിൽ പോടാ പിള്ളേരെ. ആൾക്കാരൊക്കെ വഴിയിലൊക്കെ നിർത്തി സൺറൈസൊക്കെ എൻജോയ് ചെയ്ത് പോവാണ്. നമുക്കും എൻജോയ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അധികം എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമയത്ത് വീട്ടിലെത്തില്ല. മാത്രം തോന്നുന്നൊരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നതിൻ്റെ ഒരു ഫുൾ ഒരു അൾട്രാ വൈഡ് വ്യൂ, ഒരു തേർഡ് പേഴ്സൺ വ്യൂ, വേറൊരു ആംഗിളിൽ നിന്ന്, അതായത് ഫ്രണ്ടിൽ നിന്ന്, ബാക്കിൽ നിന്ന്, താഴത്തു നിന്നൊക്കെ അങ്ങനെയുള്ള വ്യൂ ഉള്ള വീഡിയോ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വ്യൂ എങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ KSRTCയുടെ ബാക്കിലെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ചെറിയൊരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ എനിക്ക് എന്നെ തന്നെ കാണാം. ഞാൻ ആക്ച്വലി അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് പറയണോ? ഇതാ കണ്ടോ, ഇതാണ് സംഭവം, വയനാട്. ഞാൻ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു 2 ദിവസമൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ തിരിച്ചു പോകുന്ന ദിവസം നോക്ക്, എൻ്റെ ദൈവം, ഒരു രക്ഷയില്ലാത്ത വെതർ. കീടിലം എന്ന് പറഞ്ഞാൽ കീടിലം. നല്ല അടിപൊളി കോടയുണ്ട്, നല്ല കാറ്റുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇത് ആ മഞ്ഞിൻ്റെ തുള്ളി മൊത്തം ഇങ്ങനെ അടിച്ചിങ്ങനെ കയറുവാണ്. ഭംഗിയായ ഫീല്. ഞാൻ GoPro റെക്കോർഡ് ചെയ്യാനൊക്കെ എനിക്ക് മടിയായിരുന്നു, കാരണം ഇങ്ങനെ നനവല്ലേ ഫുള്ള്. മാത്രമല്ല മൈക്കും അഡാപ്റ്ററിലൊക്കെ വെള്ളം കയറും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ്. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഇനി 224 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് എറണാകുളത്തേക്ക്. പക്ഷേ ഇമ്മാതിരി വെതറും ഈ ഒരു ഫീലും, പിന്നെ കുറേ കിടില മെമ്മറീസും. ഞാൻ അങ്ങോട്ട് പോയതിൻ്റെയും അവിടെ സ്റ്റേ ചെയ്തതിൻ്റെ മെമ്മറീസ് എല്ലാം കൂടി ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ പൊങ്ങി വരും, തികട്ടി വരും. എവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. ഒരു രക്ഷയില്ല. അപ്പോൾ അധികം ഞാൻ ഇവിടെ നിന്ന് സമയം കളയുന്നില്ല, നമുക്ക് മുന്നോട്ട് പോവാം. അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ GoProയുടെ ഫുൾ മൈക്കിറ്റും എല്ലാ സാധനവും കൂടി വെച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ റൈഡ് കൂടിയാണിത്. ഓഡിയോ ഐ ഹോപ്പ് ഇറ്റ്സ് നൈസ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അടിപൊളി കോട കേട്ടോ. വാവ്, ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ ഒരു 30-40 സ്പീഡിലാണ് ചുരം ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് എന്താ പറയുക, ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും എനിക്ക്. ഹലോ. അപ്പോൾ ആ ഫീല് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈ കൊടുക്കും, ആ റോഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ റൈഡേഴ്സും ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കട്ട ഫോട്ടോ എടുപ്പിലാണ്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. ഇലക്ട്രിക് ഷോക്ക് ഇപ്പോൾ അടിച്ചു കേട്ടോ ഗൈസ്. ഷോക്ക് അടിച്ചു. പക്ഷേ റിസ്ക് ആണ് ഇങ്ങനെയുള്ള ചുരത്തിലൊക്കെ വന്ന് ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ ട്വിസ്റ്റീസിൽ ഒരു ഇച്ചിരി കൈ കൊടുത്ത് അത് എൻജോയ് ചെയ്തില്ല പിന്നെ എന്ത് ട്രിപ്പ്. ഹലോ, ആനക്കൊട്ടം വരുന്നേ. ഞാനിവിടെ വന്നിട്ട് വൈൽഡ് ആനിമൽസിനെ ഒന്നും കണ്ടില്ല കേട്ടോ. ആകെ കണ്ടത് കുറച്ച് കുരങ്ങന്മാരെയാണ്, പിന്നെ അണ്ണാൻ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കിളികൾ. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നോർമലി കാണാത്ത കുറച്ച് സംഭവങ്ങൾ. ഇതൊക്കെ നമുക്ക് അതിരപ്പള്ളി സൈഡ് പോകുമ്പോൾ പിന്നെ കാണാം ഇതുപോലത്തെ കിളികളൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് കിളികളെയൊക്കെ കണ്ടു. അത് നല്ലൊരു രസമായിരുന്നു കാണാനും. പിന്നെ അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ എന്താ പറയുക, ഫുൾ സൈലൻസ് ആണ് ഇവിടെ. നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ വരുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫ് ജീവിക്കുന്നവർക്ക് ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി.
ഇന്ന് വെനസ്ഡേ ആണ്, 8th Feb മോർണിംഗ്. നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും രാവിലെ MVD റോഡിൽ ഗോപ്രോ വെച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽപ്പുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര കാറ്റാണ്. എൻ്റെ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പൊക്കെ കിടന്ന് അടിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ സ്ക്രീൻ ഒരു പ്രാവശ്യം വെള്ളം കയറി കേടായതാണ്. വാട്ടർ പ്രൂഫ് ആണെന്നും പറഞ്ഞാണ് സാംസങ് ഫോൺ വെക്കുന്നതെങ്കിലും വാട്ടർ ഡാമേജ് ആയി. ഫുൾ ക്യാഷും അവർ മേടിച്ചു സ്ക്രീൻ റീപ്ലേസ്മെൻറ്റിന്. ഇപ്പോൾ ഈ കോഡ് അടിച്ചിട്ട് മിസ്റ്റ് അടിച്ചിട്ട് ആക്ച്വലി അതെ എന്താ പറയുക, ഇതടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട് സ്ക്രീനിലൊക്കെ. എന്തുമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. എഗെയിൻ ഗോപ്രോയുടെ ലെൻസിലും മിസ്റ്റ് അടിച്ചിട്ട് വെള്ളം ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഫുട്ടേജ് എന്തുമാത്രം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കാറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ മൈക്ക് എൻ്റെ ഹെൽമെറ്റിനകത്തായതുകൊണ്ട് ആ കാറ്റൊന്നും അറിയണ്ടാവില്ല കാര്യമായിട്ട്. പക്ഷേ നല്ല ക്രോസ് ഫിറ്റ്. അമ്പോ ആനക്കുട്ടൻ മൈസൂർക്ക് പോവാണ്. ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്ത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മിസ്റ്റർ അജാസ്, ഞാൻ കാജാസ് എന്ന് വിളിക്കും. ആൾ ഭയങ്കര KSRTC ബസ്സിൻ്റെ ഫാനാണ്. KSRTC മാത്രമല്ല, ചില പ്രൈവറ്റ് ബസ്സുകളുടെയൊക്കെ ഫാനാണ്. എന്ന് വെച്ചാൽ ഏത് ഡിപ്പോയാണ്, നമ്പർ, ഡീറ്റെയിൽസ്, നമ്മൾ പുള്ളിക്കാരന് ബസ് കണ്ടാൽ ഫോട്ടോ കണ്ടാൽ അറിയും. ഇപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരാളുടെ ഫോട്ടോ കാണുമ്പോൾ ആളെ തിരിച്ചറിയുന്ന പോലെയാണ് മച്ചാൻ ബസ്സിനെ തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള വേറൊരു കഥാപാത്രം എൻ്റെ ലൈഫിലുണ്ട്. ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. പുള്ളിക്ക് ആനയെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ആനയുടെ പേരൊക്കെ പറയും, വയസ്സ് പറയും, ഏത് നാട്ടുകാരനാണെന്ന് പറയും. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ സ്കില്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ചില ആൾക്കാരൊക്കെ പരിചയമുള്ള ആൾക്കാരെ കണ്ടവരുടെ പേര് പോലും ഓർത്തിരിക്കില്ല ഞാൻ. ചില ആൾക്കാർ ഒരു 2 സെക്കൻഡ് ആലോചിക്കും, അയ്യോ ഇയാളുടെ പേരെന്തായിരുന്നു എന്ന്. അങ്ങനെയുള്ള ഞാൻ ഈ ആനയുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ, അല്ലെങ്കിൽ KSRTC ബസ്സിൻ്റെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ഇത് ഇന്ന ഡിപ്പോലെ ഇന്ന വണ്ടിയാണെന്ന് പറയാൻ ഉള്ള സ്കില്ലെന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അയ്യോ, ഈ മിസ്റ്റ് മുഴുവൻ അടിച്ച് കയറിയിട്ട് മൂക്കിൽ നിന്നൊക്കെ ചെറുതായിട്ടിങ്ങനെ വരുന്നുണ്ട്, ഒലിച്ച്. സൈനസൈറ്റിസ് ഒന്നും വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോവുകയാണ് ഗൈസ്. വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി സ്ട്രെയിറ്റ് സ്ട്രെച്ച് കിട്ടുമ്പോൾ ഞാൻ ഒന്ന് കൈ കൊടുക്കും. എനിക്കിവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അധികം എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തില്ല. അതുകൊണ്ട് എല്ലാ എൻജോയ്മെൻറ്റിനെയും എന്താ പറയുക, എൻജോയബിൾ ആയിട്ടുള്ള ആ ലിമിറ്റിനകത്ത് വെച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ കണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്നിട്ട് നമ്മൾ തന്നെ ഇവിടെയൊക്കെ കൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് കവറും അത് ഇതൊക്കെ ഇട്ട് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലമൊക്കെ. കഴിവതും അതൊന്നും ചെയ്യാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ബോട്ടിൽ ക്രഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേസ്റ്റ് കളക്ഷൻ സ്ഥലത്തിലിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പുകളുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഷോപ്പിൽ ഇട്ടിട്ട് പോവുക. കാരണം അവരെങ്കിലും അത് ഡിസ്പോസ് ചെയ്തോളും പ്രോപ്പറായിട്ട്. ഞാനൊരു വ്ളോഗ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെ അല്ല ഇത് ചെയ്യുന്നത്. ഇതൊരു വ്ളോഗും അല്ല, ഇത് ജസ്റ്റ് എന്താ പറയുക, നമ്മൾ സെൽഫ് കമ്പനി കൊടുക്കില്ലേ, അതുപോലെയാണ്. സംസാരിച്ചൊക്കെ പോകാൻ ഒരാളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സംസാരിച്ച് പോകാൻ താല്പര്യമുള്ള ഒരാൾ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് വേണേൽ പറയാം ഇതിൽ. Come on. ഹായ്, ഒരു സിട്രോയിൻ C3. ഇറ്റാലിയൻ മിസ്റ്റർ യൂറോപ്യൻ സായിപ്പ്. ഒരു പാലക്കാട് ആനക്കൂട്ടം പോകുന്നുണ്ട്. നമുക്ക് ആശാൻ്റെ പുറകെ പോയാലോ? പണി കിട്ടോ? കിട്ടിയില്ല ഗൈസ്, രക്ഷപ്പെട്ടിരിക്കുന്നു.
ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റ് അല്ല കേട്ടോ. ഞാൻ ഈ ചുരം ആക്ച്വലി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ചുരം ഇറങ്ങുന്നത്. കാരണം ലാസ്റ്റ് ടൈം ഞാൻ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ ബാംഗ്ലൂർ, മൈസൂർ, പിന്നെ ഗുണ്ടൽപേട്ട് വഴി വയനാട് ടച്ച് ചെയ്ത് വയനാട് ചുരം ഇറങ്ങി കാലിക്കട്ട് വഴിയാണ് പോയത്. പക്ഷേ സത്യം പറയാമല്ലോ, അന്ന് ഞാൻ ഇതിലെ ഇറങ്ങി പോയപ്പോൾ ആക്ച്വലി നോൺ സ്റ്റോപ്പായിട്ട് വണ്ടി ഓടിച്ച് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഉറക്കം വന്നിട്ട് വയ്യ. അന്ന് തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. 9 hour ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ എങ്ങാണ്ട് ഉറങ്ങി. അരമണിക്കൂർ ഉറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ആര്യ ഉണ്ടായി. അതുകൊണ്ടൊരു പരിധി വരെ ഞാൻ ഉറങ്ങിപ്പോവാതെ, കാരണം ഇടയ്ക്ക് അവൾ ഓവർടേക്ക് ചെയ്യാതെ കാണാതെയൊക്കെ പോവും. അപ്പോൾ ഞാൻ വണ്ടി നിർത്തും, നോക്കും, അങ്ങനെ ഒരു കണക്കിന് അന്ന് രക്ഷപ്പെട്ട് പോന്നു. പക്ഷേ വയനാട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് കൂടെ ഒരു റൈഡറില്ല. നമ്മൾ ഉറങ്ങിപ്പോയോ, ഉറക്കം വന്നിട്ടുണ്ടോ, ചായ കുടിച്ചാലോ എന്നൊന്നും ചോദിക്കാനൊന്നും ഒരു ഇതില്ലാതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഉറക്കം വന്നിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം ഉറങ്ങിപ്പോയിട്ട് ഞാൻ കണ്ണുറങ്ങുമ്പോൾ കാണുന്നത് ഏതെങ്കിലും ബസ്സിൻ്റെയോ ലോറിയുടെ ഒക്കെ മൂട്ടിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ജസ്റ്റ് മിസ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒരു സഡൻ ബ്രേക്ക് അടിക്കുകയോ ആരെങ്കിലും വട്ടം ചാടുകയോ ചെയ്താൽ തീർന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെയാണ് ഞാൻ വണ്ടി ഓടിച്ച് നാട്ടിലെത്തി. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വയനാട് ചുരം ഇറങ്ങി കാലിക്കട്ടിലൊരു KFC കയറിയ ഓർമ്മയുണ്ട്. KFC വിട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് എവിടേക്കോ ഞാനിങ്ങനെ കണ്ണു തുറക്കുന്നുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു റൈഡായിരുന്നത്. എൻ്റെ പൊന്ന് ചേട്ടാ, ഇങ്ങനെ വളവിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോവല്ലേ, ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വന്നാൽ പണി കിട്ടില്ലേ. എൻ്റെ ചെവിയൊക്കെ ചെറുതായിട്ട് അടഞ്ഞു കേട്ടോ. എനിക്കൊന്നിന് ആ എലിവേഷനിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ ആയിരിക്കാം. മാത്രം തോന്നുന്നൊരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നതിൻ്റെ ഒരു അൾട്രാ വൈഡ് വ്യൂ, ഒരു തേർഡ് പേഴ്സൺ വ്യൂ, വേറൊരു ആംഗിളിൽ നിന്ന്, അതായത് ഫ്രണ്ടിൽ നിന്ന്, ബാക്കിൽ നിന്ന്, താഴത്തു നിന്നൊക്കെ അങ്ങനെയുള്ള വ്യൂ ഉള്ള വീഡിയോ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വ്യൂ എങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ KSRTCയുടെ ബാക്കിലെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ചെറിയൊരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ എനിക്ക് എന്നെ തന്നെ കാണാം. ഞാൻ ആക്ച്വലി അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വലിയൊരു മിററാണ് വെച്ചിരുന്നെങ്കിലോ ഞാൻ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യില്ല. ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ പോകും എന്നെ കണ്ടിട്ട്. അതിനെ സെൽഫ് ലവ് എന്നോ അല്ലെങ്കിൽ മാഡ്നസ് എന്നോ എന്ത് വേണേൽ വിളിക്കാം. പക്ഷേ എന്താ പറയുക, അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. അതിങ്ങനെ അത് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത്. കാരണം നമ്മളൊരിക്കലും നമ്മളുടേതായ ഒരു എന്നുവെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ റോഡ് കാണുന്നുണ്ട്, നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക ഡാഷ്ബോർഡ്, ഹാൻഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ വേറെ ഒരാളുടെ വ്യൂവിൽ നിന്ന്, ഒരു ഡ്രോൺ വ്യൂവോ അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ, ഇതൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു വ്യൂ ആണ്. അതിനെ പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണം. എങ്കിൽ പോലും നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ആ ഒരു വ്യൂ കാണാൻ പറ്റുവാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിച്ച് പോകും. നമ്മുടെ GoPro നമ്മൾ പ്ലഗ് ചെയ്തപ്പോൾ 71% ആണ് ചാർജ് ഉണ്ടായത്. ഈ മീഡിയ മോഡ് ഉള്ളതുകൊണ്ട് എന്തുമാത്രം ചാർജ് നിൽക്കും, എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വയനാടിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ, വെൽക്കം ടു വയനാട് എന്നുള്ള ആ ഒരു ആർച്ചുള്ള ആ ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ 71 കുത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 69% കാണിച്ചു. അപ്പോൾ ബാറ്ററി ഭയങ്കര സ്പീഡിൽ ഡ്രെയിനായി പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അധികം വ്ളോഗ് ചെയ്യാൻ പറ്റും. മേ ബി ഈ ചുരം ഇറങ്ങുന്നവരെ ക്യാമറ ഓൺ ആയിരിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ നോക്കാം, നമുക്ക് KSRTCയോട് വിട പറഞ്ഞാലോ. കാരണം നമ്മളെ വല്ലാണ്ട് സ്ലോ ആക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. KSRTC ആനക്കുട്ടനോട് ടാറ്റ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ മുന്നിൽ ഒരു ഭാരത് ബെൻസ് പോകുന്നുണ്ട്. ആശാനെയും കവർ ചെയ്താലേ നമുക്ക് പിന്നെ ഇച്ചിരി കൈ കൊടുത്ത് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എവിടേക്ക് പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കത്തുന്ന സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൺറൈസ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അങ്ങ് ദൂരെ എനിക്ക് ഇതൊക്കെ കാണാം.
അവിടെ ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. ചെറിയൊരു ടൗൺ പോലെ. ഈ സിട്രൻകാരൻ എന്തിനാണ് ഹോൺ അടിക്കുന്നത്? കയറി പോകാനാണെങ്കിൽ പൊക്കോ ഏട്ടാ. ഈ KSRTC നമ്പർ ഉണ്ടോ ഗൈസ്? KL15A 2233. കൊള്ളാം അല്ലേ? അടിപൊളി കേട്ടോ. അയ്യോ, സൂര്യൻ്റെ രശ്മികൾ എൻ്റെ കണ്ണിലേക്ക് തറച്ചു കയറുന്നു. രണ്ടാമത്തെ വയസ്സർ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാർക്ക് ഗ്ലാസ്സിൽ കൂടി ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ വൃത്തിക്ക് കാണാൻ പറ്റില്ല. നമ്മളെ വല്ലാതെ സ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ KSRTC. അപ്പോൾ കോടയും സംഭവങ്ങളൊക്കെ പോയി. അപ്പോൾ സൺറൈസായി. ആ കാറ്റുമൊക്കെ പോയിട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൂടെടുത്ത് തുടങ്ങുന്നത്. ചെറുതായിട്ട് ചൂടെടുത്ത് തുടങ്ങിയിരിക്കുന്നു. അല്ല, നമ്മൾ സാധാരണ എങ്ങോട്ട് പോയാലും ഒരു ഫോക്സ് വാഗൺ ടൈഗൺ കാണുന്നതാണ്. ഇന്നെന്ത് പറ്റി? അതിശയമായിട്ട് ടൈഗണൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ എവിടെ പോയാലും ടൈഗൺ. ഞാൻ ലഡാക്കിൽ നിൽക്കുമ്പോഴും ടൈഗണിനെ കണ്ടു. ഞാൻ ആക്ച്വലി ഓർക്കുന്നില്ല ടൈഗണിനെ കണ്ടതായിട്ട്. പക്ഷെ ഞാൻ ഫോട്ടോസ് കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫോക്സ് വാഗൺ ടൈഗൺ ഞാൻ എൻ്റെ ഫ്രണ്ട് എടുത്ത ഫോട്ടോയിൽ ഞാൻ പോസ് ചെയ്യുമ്പോൾ സൈഡിലൊരു ടൈഗൺ അതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിരുന്നു. അപ്പം നമുക്ക് ഹോപ്പ്ഫുള്ളി ഒരു 4 to 5 months ഒരു ടൈഗൺ എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ലെറ്റ്സ് സീ. ടൈഗണൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ മമ്മിക്കുട്ടിയായിട്ട് മൂന്നാറൊക്കെ പോകണം. അതിന് മുന്നേ വണ്ടി ഒന്ന് ഓടിച്ച് ഒന്ന് കോൺഫിഡൻസ് ഒക്കെ വരണം. അയ്യോ, എന്തെല്ലാം കാര്യങ്ങളല്ലേ ചെയ്യാൻ. ഓക്കെ നമ്മളങ്ങനെ KSRTC മറികടന്നു പോയി കൊണ്ടിരിക്കുകയാണ്. KSRTC മറികടന്ന് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു സ്മൂത്ത് ഫീലിംഗ് കിട്ടുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. പാച്ച് വർക്ക് എന്തായാലും ചെയ്തല്ലേ പറ്റൂ. കാരണം വലിയ വലിയ കുഴികളൊക്കെ ആയിരുന്നു കാണുന്നത്. All right. ഈ പള്ളിയാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ അങ്ങ് ദൂരെ നിന്ന് കണ്ടത്. ഇത് പള്ളി തന്നെയാണല്ലോ അല്ലേ? ആണെന്ന് തോന്നുന്നു. ഇല്ലല്ലോ, ഇതല്ലല്ലോ കണ്ടത്. അങ്ങ് ദൂരെ നിന്ന് കണ്ടത് ഇത്തിരി കൂടി എന്താ പറയുക, ഒരു താജ്മഹൽ ലുക്കൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. നമുക്ക് നൈസായിട്ട് ഈ ചേട്ടനങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയേക്കാം.
അതെൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. കാറിൻ്റെ വളരെ പറ്റേക്ക് ചെന്നത്. അയാൾ ശ്രദ്ധിക്കാതെ ഒരു അല്പം കൂടി വൈഡായിട്ട് എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ എങ്ങനെ ഉരുണ്ടുപടച്ച് താഴെ വീണാണ്.